യേശുവിൽ സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ സമാധാനം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ശ്രവിക്കുന്ന തിരുവചന ഭാഗം 107 സങ്കീർത്തനം 19 20 തിരുവചനങ്ങൾ. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സഹനങ്ങളും വേദനകളും കഷ്ടതകളും ദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തോട് നിലവിളിച്ചപേക്ഷിക്കുന്നവന് ദൈവം എന്താണ് പ്രതിഫലം നൽകുന്നതെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് പറയുകയാണ്. നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തായിരുന്നാലും നീ അത് ദൈവത്തോട് തുറന്നു പറഞ്ഞ് ദൈവത്തോട് അപേക്ഷിച്ചാൽ ആ ഞെരുക്കങ്ങളിൽ നിന്നെല്ലാം, ആ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അവിടുന്ന് നിന്നെ രക്ഷിക്കുമെന്നും അവിടുന്ന് തൻ്റെ ദൈവവചനം അയച്ച് നിന്നോട് സംസാരിച്ചുകൊണ്ട് നിന്നെ സൗഖ്യപ്പെടുത്തുമെന്നും തിരുവചനം നമ്മളോട് പറയുന്നു. എന്തെല്ലാം ക്ലേശങ്ങളും ദുരിതങ്ങളുമാണെങ്കിലും കർത്താവ് അവരോട് സംസാരിക്കുകയും വചനം നൽകുകയും അവരെ ആ വിനാശത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. കരഞ്ഞപേക്ഷിക്കുന്നവൻ്റെ അപേക്ഷ നിരസിക്കാത്ത ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഈ ദൈവവചനം നമുക്ക് ഏറ്റെടുക്കുകയും ആ ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. എൻ്റെ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ സഹനങ്ങളിലും എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചാൽ ദൈവം അതിന് മറുപടി തരും. എൻ്റെ കഷ്ടതകളിൽ നിന്ന് ദൈവം എന്നെ മോചിപ്പിക്കും. അതിന്ന് തന്നെ സംഭവിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാം. നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും കരുണയും അനുഗ്രഹവും ഇന്നേ ദിവസം നിങ്ങൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.